സൈലം റെയിൽവേസ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് ഡി എക്സാമിന് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സെഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണെന്നും നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. സോ ഈ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗ്രൂപ്പ് ഡി ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരുടെ നമ്മുടെ ക്ലാസ് കാണാനായിട്ട് പറയാം കേട്ടോ. സോ നമ്മുടെ സൈലം SSC ആരംഭിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മുടെ SSC GD ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ GDയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ GDക്ക് വേണ്ടിയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നത്. GDക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ബാച്ചാണ് SSC GD ബാച്ച് എന്ന് പറയുന്നത്. 2999 ആണ് നമ്മുടെ ബാച്ച് ഫീസ്. ഓക്കെ, 2999 ആണ് നമ്മുടെ GDന്റെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. സോ താഴെ ഒരു ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ബാച്ചിലാണോ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ ബാച്ചും നിങ്ങളുടെ ഡീറ്റെയിൽസും ആ ലിങ്കിൽ ഫില്ല് ചെയ്യുക. അത് കൂടാതെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും നമ്മുടെ സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് CA അപ്ഡേറ്റുകൾ, യൂട്യൂബ് നോട്ട്സുകൾ, പിന്നെ നമ്മുടെ ഹിന്ദുവിൽ വരുന്ന ന്യൂസിന്റെ ക്രക്സ് എല്ലാം ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് പോവാം. 9th ജാനുവരി എന്ത് ദിവസമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രവാസി ഭാരതീയ ദിവസമാണ് അല്ലെ. അതായത് എല്ലാ വർഷവും നമുക്ക് പറയാൻ പറ്റില്ല, വൺസ് ഇൻ എവറി 2 ഇയർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രവാസി ഭാരതീയ ദിവസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 2 വർഷം കൂടുമ്പോഴാണ് നമ്മൾ 2015 മുതൽ പ്രവാസി ഭാരതീയ ദിവസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2015 മുതൽ 2 വർഷം കൂടുമ്പോഴാണ് പ്രവാസി ഭാരതീയ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മഹാത്മാഗാന്ധി തിരിച്ചു വന്നതിന്റെ കോമെമ്മറൻസിന് വേണ്ടി, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവാസി ഭാരതീയ ദിവസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ പ്രവാസി ഭാരതീയ കൺവെൻഷൻ അപ്പോൾ ജനുവരി 8 മുതൽ ജനുവരി 10 വരെയാണ് പ്രവാസി ഭാരതീയ കൺവെൻഷൻ ഭുവനേശ്വർ ഒഡീഷയിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ജനുവരി 8 മുതൽ ജനുവരി 10 വരെയാണ് പ്രവാസി ഭാരതീയ കൺവെൻഷൻ നടന്നത്. സോ ഇത് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഭുവനേശ്വർ ഒഡീഷയിലാണ് നടന്നത് എന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇതില് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്നത്. ഡയസ്പൊറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത് ഭാരത്, അതായത് പ്രവാസികളുടെ, നമ്മുടെ വികസിത് ഭാരത് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ ആണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. സോ ഈ സെയിം ഡേയിൽ തന്നെ പ്രവാസി ഭാരതീയ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ കൂടിയും ഇവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതായത് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം? അതായത് ഇന്ത്യൻ ഒറിജിനുള്ള, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക്, അതായത് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം? അവർക്ക് നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറും ഹെറിറ്റേജും പാരമ്പര്യവും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിൻ ജേണിയാണ് ഇവർ മേക്ക് ഷുവർ ചെയ്യുന്നത്. സോ പ്രവാസി തീർത്ഥ ദർശൻ യോജനയുടെ അണ്ടറിലാണ് പ്രവാസി ഭാരതീയ എക്സ്പ്രസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. അണ്ടർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. സോ പ്രവാസി ഭാരതീയ ദിവസില് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? പ്രവാസി ഭാരതീയ ദിവസിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 18th എഡിഷൻ ഓഫ് പ്രവാസി ഭാരതീയ ദിവസിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്രിസ്റ്റീൻ കാർല കാംഗലു. ഇവര് വെർച്വലി ആണ് പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ക്രിസ്റ്റീൻ കാർല കാംഗലു ആണ് പ്രസിഡന്റ് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ക്രിസ്റ്റീൻ കാർല കാംഗലു ആണ് ചീഫ് ഗസ്റ്റ്. നെക്സ്റ്റ് കുറച്ച് അപ്പോയിന്റ്മെന്റുകൾ നോക്കാം.
ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROന്റെ ചീഫ് ആരാണ്? വി നാരായണനാണ്. അപ്പൊ നമുക്കറിയാം സ്പേസ് ആണ് അല്ലെ. അപ്പൊ നാരായണനും സ്പേസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നാരദനെ അല്ലെ, നാരദനെ എപ്പോഴും കാണിക്കുമ്പോൾ എങ്ങനെയാണ്? സ്പേസിലാണ് കാണിക്കുക. സോ നാരദൻ എപ്പോഴും നാരായണ നാരായണ എന്നാ പറയാ. സോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ചീഫ് ആണ് വി നാരായണൻ എന്ന് പറയുന്നത്. റെഡി? നെക്സ്റ്റ്, DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആരാണ്? ഫായിസ് അഹമ്മദ് കിഡുവായി. ഫായിസ് അഹമ്മദ് കിഡുവായി. ഇപ്പൊ സിവിൽ ഏവിയേഷൻ ആണ് അല്ലെ. നമ്മള് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ്, എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നമ്മൾ പറയും കിഡു ആയിരുന്നു, സൂപ്പർ ആയിരുന്നു എന്ന് പറയും അല്ലെ. സോ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഫായിസ് അഹമ്മദ് കിഡുവായി ആണ്. നെക്സ്റ്റ്, FCI എന്ന് പറയുമ്പോൾ എന്താണ്? FCI എന്ന് പറയുമ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIന്റെ ചെയർമാൻ ആണ് അശുതോഷ് അഗ്നിഹോത്രി. ഫുഡ് കോർപ്പറേഷൻ ആണ് അല്ലെ, ഫുഡ് ആണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയുടെ ചെയർമാൻ ആരാണ്? അശുതോഷ് അഗ്നിഹോത്രി. സോ ഫുഡും അഗ്നിയും തമ്മിൽ കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFന്റെ ഡയറക്ടർ ജനറൽ ആണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. അപ്പൊ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് CRPFന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഭുവനേഷ് കുമാർ, UIDAI, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് UIDAI എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ UIDAIന്റെ CEO ആണ് ഭുവനേഷ് കുമാർ. ഭുവനേഷ്. അപ്പൊ ഭൂവിലുള്ള ആൾക്കാരെല്ലാം എന്താണ്? UIDAI ആണ്. ഉഡായിപ്പാണെന്ന് ആലോചിക്കുക. UIDAI ഉഡായിപ്പ്. ഓക്കെ. അപ്പൊ യുണീക്ക് ആണ്, അല്ലെങ്കിൽ ഭൂവിലുള്ള ആൾക്കാരെല്ലാം യുണീക്ക് ആണ്. എന്നെ പോലെയല്ലോ നിങ്ങൾ, നിങ്ങളെ പോലെയല്ലോ ഞാൻ. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. യുണീക്ക് ആണ് അല്ലെങ്കിൽ ഉഡായിപ്പാണ് എന്ന് ആലോചിച്ചോ. UIDAI. നെക്സ്റ്റ് ശരിക്കും നമുക്ക് പത്മ അവാർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷെ പത്മ അവാർഡ്സ്, നൊബേൽ ഇതൊക്കെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ റാങ്ക്സ് ആൻഡ് ഇൻഡെക്സ്, ഇതെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ സെഷനിൽ ഇതിന്റെയൊക്കെ ഈ ടോപ്പിക്കുകളുടെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ കിടപ്പുണ്ട്. ഇപ്പൊ സ്പോർട്സ്, ഒളിമ്പിക്സ്, ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ കുഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് പത്മ അവാർഡ്സ്, നൊബേൽ, റാങ്ക്സ് ആൻഡ് ഇൻഡെക്സ്, സ്പോർട്സ്, ഒളിമ്പിക്സ് ഇതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോ കിടപ്പുണ്ട്. അത് കാണാനായിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ്, നാഷണൽ സ്പോർട്സ് അവാർഡ്. അപ്പൊ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ആനുവലി നാഷണൽ സ്പോർട്സ് അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ നാഷണൽ സ്പോർട്സ് അവാർഡിൽ തന്നെ ഹയസ്റ്റ് അവാർഡാണ് ഖേൽ രത്ന എന്ന് പറയുന്നത്. സോ രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടാണ് ഖേൽ രത്ന സെറിമണി നടക്കുകയും അവാർഡുകൾ ദാനം ചെയ്യുകയും ചെയ്തത്. സോ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചത് എത്ര പേർക്കാണ്? 4 പേർക്കാണ് അല്ലെ. സോ ആർക്കൊക്കെയാ? ശ്രീ ഗുകേഷ് ടി, വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഗുകേഷ് ടി. ഹർമൻ പ്രീത് സിംഗ്, ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻ പ്രീത് സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഇന്ത്യൻ ടീമിന് ഹോക്കിയിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് മെഡൽ കിട്ടുന്നത് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആയി കിടക്കുമായിരുന്നു. അപ്പൊ 2020 ഇപ്പൊ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് മെഡൽ കിട്ടി. സോ അതില് ശരിക്കും ബാക്ക് ടു ബാക്ക് ആയിട്ട് ബ്രോൺസ് മെഡൽ കിട്ടി, നമ്മൾ കുറച്ചും കൂടിയും സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ. സോ ഇതിലേക്ക് നമ്മുടെ ടീമിനെ നയിച്ചതിലുള്ള ഈ ഹർമൻ പ്രീത് സിംഗിന്റെ നേതൃത്വ പാടവത്തിനാണ് ആക്ച്വലി നമുക്ക് എന്ത് ലഭിച്ചത്? ഹർമൻ പ്രീത് സിംഗിന് നമ്മുടെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, പ്രവീൺ കുമാർ ഹൈ ജമ്പ് ആണ്. പാരാ അത്ലറ്റിക്സിൽ ഹൈ ജമ്പിൽ എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? പാരാ ഒളിമ്പിക്സ് അല്ലെ, നോട്ട് പാരാ അത്ലറ്റിക്സ്, പാരാ ഒളിമ്പിക്സിൽ ഹൈ ജമ്പിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, മനു ഭാക്കർ വരുന്നത് ഷൂട്ടിംഗ് ആണ്. നെക്സ്റ്റ്, അർജുന അവാർഡ് ലൈഫ് ടൈം കാറ്റഗറിയിൽ ശ്രീ സുചാ സിംഗ് ആൻഡ് ശ്രീ മുരളികാന്ത് പേട്കർ പാരാ സ്വിമ്മർ ആണ്. നെക്സ്റ്റ്,
ദ്രോണാചാര്യ അവാർഡ്, ദ്രോണാചാര്യ നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ചസിനാണ് ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുക. സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സംഗ്വാൻ. അപ്പോ ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ് ആണ്, സന്ദീപ് സംഗ്വാൻ ഹോക്കി, സുഭാഷ് റാണ പാരാഷൂട്ടിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് ലൈഫ് ടൈം കാറ്റഗറിയിൽ ശ്രീ എസ് മുരളീധരൻ, ബാഡ്മിന്റൺ ആണ് ശ്രീ എസ് മുരളീധരൻ. നെക്സ്റ്റ് അർമാൻഡോ ഏഞ്ചലോ കൊലാക്കോ, ഫുട്ബോൾ ആണ് വരുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ നാഷണൽ സ്പോർട്സ് അവാർഡിൽ. പിന്നെ അർജുന അവാർഡ് ഉണ്ട്. ശരിക്കും അർജുന അവാർഡ് ശരിക്കും 32 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഏത് സ്പോർട്ടിനാണ് കിട്ടിയത് എന്ന് നോക്കുന്നതാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോക്കിയിൽ എത്ര പേർക്കാ? 1 2 3 4 5. ഹോക്കിയിൽ 5 പേർക്കാണ്. നെക്സ്റ്റ് അത്ലറ്റിക്സോ, പാരാ അത്ലറ്റിക്സ് 1 2 3 4 4. ഓക്കെ, 4 അല്ലേ? യെസ്. ഇനി 4 പാരാ അത്ലറ്റിക്സ്, 5 6 7 8 9 അല്ലെ? 9 പേര് പാരാ അത്ലറ്റിക്സ് ആണ്. ബാഡ്മിന്റൺ ആണെങ്കിലും 1 2 3 4 ഉള്ളൂ. അപ്പൊ 9 പേര് വരുന്നത് പാരാ അത്ലറ്റിക്സ് ആണ്. 9 അല്ലേ? 1 2 3 4 5 6 7 8 9. യെസ്, 9 പേര് പാരാ അത്ലറ്റിക്സ് കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് 2025. അപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡ് 2025 എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡില് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ ടാബ്ലു ആണ് ബെസ്റ്റ് ടാബ്ലു ഫ്രം സെൻട്രൽ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രീസിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബെസ്റ്റ് ടാബ്ലു ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ ജൻജാതീയ ഗൗരവ് വർഷ്. അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഭഗവാൻ ബിർസ മുണ്ടയുടെ 150ാമത് ബർത്ത് ആനിവേഴ്സറിനെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജൻജാതീയ ഗൗരവ് വർഷ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ ടാബ്ലു എന്ന് പറയുന്നത് ജൻജാതീയ ഗൗരവ് വർഷായിരുന്നു. സോ അതിനാണ് സെൻട്രൽ മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ബെസ്റ്റ് ടാബ്ലുവിനുള്ള അവാർഡ് ലഭിച്ചത്. സെൻട്രൽ തീം വരുന്നത് ജൽ ജംഗിൾ ജമീൻ എന്നാണ്. ജൽ ജംഗിൾ ജമീൻ. ഇനി സ്റ്റേറ്റുകളിൽ നിന്നും യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമുള്ള ബെസ്റ്റ് ടാബ്ലു ഏതാണ്? ഫസ്റ്റ് പൊസിഷൻ ലഭിച്ചത് ഉത്തർപ്രദേശിന്റെ മഹാകുംഭാണ്. അപ്പൊ കുംഭമേളയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുംഭമേളയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട് നോക്കി വെക്കുന്നത് നല്ലതാണ്. സോ സ്വർണിം ഭാരത് വിരാസത്ത് ഓർ വികാസ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേന്റെ തീം വരുന്നത്. അത് കൂടാതെ തന്നെ മഹാകുംഭ് എന്ന് പറയുന്ന ടാബ്ലുവിന്റെ തീമും സ്വർണിം ഭാരത് വിരാസത്ത് ഓർ വികാസ് എന്നുള്ളതായിരുന്നു. സെക്കൻഡ് പൊസിഷൻ ത്രിപുരയ്ക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എറ്റേണൽ റെഫറൻസ് അതായത് ഖർച്ചി പൂജ ത്രിപുരയിലുള്ള ആൾക്കാർ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഇവരുടെ ഖർച്ചി പൂജ എന്ന് പറയുന്നത്. അവിടെ 14ഓളം ദേവതകളെ ആരാധിക്കുന്ന പൂജയാണ് ഖർച്ചി പൂജ എന്ന് പറയുന്നത്. ഖർച്ചി പൂജ. അപ്പൊ ഈ എത്ര ദേവതകളെയാണ് ഖർച്ചി പൂജയിൽ ആരാധിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. ദാറ്റ് ഇസ് 14 ദേവതകളെയാണ്. സോ അവർക്കാണ് സെക്കൻഡ്. നെക്സ്റ്റ് ആന്ധ്രാപ്രദേശിന്റെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ് ആണ് എറ്റികോപ്പക ബൊമ്മലു എന്ന് പറയുന്നത്. സോ ഇവർക്കാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു വുഡൻ ടോയ്ക്കാണ് തേർഡ് പൊസിഷൻ ലഭിച്ചത്. നെക്സ്റ്റ് സംഗീത കലാനിധി അവാർഡ്. സംഗീത കലാനിധി ആർക്കാണ് ലഭിച്ചത്? TM കൃഷ്ണയ്ക്കാണ് സംഗീത കലാനിധി 2024 ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് പത്മപാനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2025 ലഭിച്ചിട്ടുണ്ടായിരുന്നത് സായി പ്രണജ് പേ. അപ്പോ ഈ പത്മപാനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് സായി പ്രണജ് പേയ്ക്കാണ്. അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2025 വെച്ചിട്ടാണ് സായി പ്രണജ് പേയ്ക്ക് പത്മപാനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4 തവണ നാഷണൽ അവാർഡ്, 4 ടൈം നാഷണൽ അവാർഡ് വിന്നറാണ് ഇദ്ദേഹം. കൂടാതെ മൊമെന്റോ, കൂടാതെ 2 ലക്ഷം രൂപയുടെ മോണിറ്ററി ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്. കൂടാതെ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിന്റെ
2 പ്രാവശ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു സായി പ്രണജ് പേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ബുക്കാണ്, that is How India Scaled MTG20, The Inside Story of G20 Presidency എന്ന് പറയുന്നത് അമിതാഭ് കാന്തിന്റെ ബുക്കാണ്. അപ്പൊ ഇദ്ദേഹം G20 ഷെർപ്പയായിരുന്നു. ഈ ബുക്ക് നമ്മളിപ്പോ പറയാൻ കാരണം ആക്ച്വലി ഇദ്ദേഹം റീസെന്റ് റിസൈൻ ചെയ്തിട്ടുള്ള G20 ഷെർപ്പയാണ്. ഓക്കെ, പിന്നെ നീതി ആയോഗിന്റെ CEO ആയിരുന്നു അമിതാഭ് കാന്ത് എന്ന് പറയുന്നത് റീസെന്റ് റിസൈൻ ചെയ്തിട്ടുള്ള G20 ഷെർപ്പയാണ്. സെക്കൻഡ്, recently resigned. നീതി ആയോഗിന്റെ CEO അങ്ങനത്തെ കുറെ റോളുകൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025. ഗ്രാമീൺ ഭാരത് മഹോത്സവ് അതായത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉന്നമനത്തിനു വേണ്ടി, റൂറൽ കമ്മ്യൂണിറ്റിന്റെ ഉന്നമനത്തിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഗ്രാമീൺ ഭാരത് മഹോത്സവ് എന്ന് പറയുന്നത്. ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലാണ് ഗ്രാമീൺ ഭാരത് മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിൽഡിംഗ് എ റെസീലിയന്റ് റൂറൽ ഇന്ത്യ ഫോർ വികസിത് ഭാരത് 2047. ബിൽഡിംഗ് എ റെസീലിയന്റ് റൂറൽ ഇന്ത്യ എന്നുള്ളതാണ് തീം. ഗാവ് ബഡേത്തോ ദേശ് ബഡേ, ഗ്രാമങ്ങൾ വലുതാവുമ്പോൾ മാത്രമേ ദേശം വലുതാവുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ തീം. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത്, അതായത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇംപ്ലിമെന്റ് ചെയ്യുന്ന 34ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഒഡീഷ. അതായത് ഈ ഒരു സ്കീം വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലാണ്. അപ്പൊ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് എന്താണ്? സെക്കൻഡറി ആൻഡ് ടെർഷറി ഹെൽത്ത് കെയറിനു വേണ്ടി 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗരുഡാക്ഷി ഓൺലൈൻ FIR സിസ്റ്റം ടു കർബ് വൈൽഡ് ലൈഫ് ക്രൈംസ്. അപ്പൊ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗരുഡാക്ഷി എന്ന് പറയുന്ന ഓൺലൈൻ FIR സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കാട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുക, കാട്ടു തീ തടയുക, കാട്ടിലുള്ള കുറെ മരങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കട്ടെടുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഗരുഡാക്ഷി എന്ന് പറയുന്ന ഓൺലൈൻ FIR സിസ്റ്റം കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഓൺലൈൻ FIR സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഗരുഡാക്ഷി കർണാടക. നെക്സ്റ്റ്, റൈതു ഭരോസ സ്കീം തെലങ്കാന CM ആയിട്ടുള്ള രേവന്ത് റെഡ്ഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ്. അതായത് ഭൂമിയുടെ അവകാശികളായിട്ടുള്ള കർഷകർക്ക് 1 വർഷം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് അഗ്രികൾച്ചർ ലാൻഡിന്റെ എടുത്തു പറയണം. അപ്പൊ കാർഷിക ഭൂമിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള കർഷകർക്ക് 1 വർഷം 12,000 രൂപ പെർ ഏക്കർ 12,000 രൂപ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റൈതു ഭരോസ സ്കീം എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് 10,000 രൂപയായിരുന്നു, പിന്നീട് അത് ഇൻക്രീസ് ചെയ്ത് 12,000 രൂപയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ റൈതു ഭരോസ സ്കീം. അപ്പൊ ഇതില് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് റൈതു ഭരോസയില് ഈ കർഷകർക്ക്, കൃഷിഭൂമിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള കർഷകർക്ക് മാത്രമാണ് റൈതു ഭരോസ സ്കീമിന്റെ അണ്ടറിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? 12,000 രൂപ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോ റെസിഡൻഷ്യൽ ലാൻഡോ അല്ലെങ്കിൽ മൈനിങ്, ഹിൽസ്, റിയൽ എസ്റ്റേറ്റ് ഇവർക്കൊന്നും ഈ ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ISRO സക്സസ്ഫുള്ളി ജെർമിനേറ്റ് കൗപ്പി സീഡ്സ് അണ്ടർ മൈക്രോഗ്രാവിറ്റി കണ്ടീഷൻ. അപ്പൊ മൈക്രോഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ കുറവ് ഗ്രാവിറ്റി, അല്ലെ, തീരെ ഇല്ല എന്ന് നമുക്ക് പറയാം. സോ മൈക്രോഗ്രാവിറ്റി ഫാമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് പോയം ഫോർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ cowpea seeds. ISRO successfully germinates cowpea seeds under microgravity condition. അപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നും ക്രോപ്പ് എന്ന് പറയുന്നത്, അതായത് കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ സ്റ്റഡീസ് ആണ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പോയം ഫോർ എക്സ്പെരിമെന്റ് എന്ന് കണ്ടിട്ടുണ്ടാവും, POEM. ശരിക്കും എന്താണ് ഈ POEM, പോയം ഫോർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? അതായത് നമുക്ക്
ഇപ്പൊ പല പല അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരിക്കലും ഇവർക്ക് സ്പേസിന്റെ അറ്റ്മോസ്ഫിയറിൽ പല എക്സ്പെരിമെന്റ്സും കണ്ടക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് സാറ്റലൈറ്റ് ഉണ്ടാക്കി സ്പേസിലേക്ക് അയക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല അല്ലെ. അങ്ങനെ അത് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയക്കുന്ന സാറ്റലൈറ്റുകളിലെ ഒരു പേലോഡായിട്ട്, അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് അയക്കുന്ന റോക്കറ്റിന്റെ കൂടെ സെൻഡ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പേലോഡായിട്ട് ഈ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാർട്ടപ്പുകളുടെ ഒക്കെ ഒരു പേലോഡായിട്ട് ഇവരുടെ എക്സ്പെരിമെന്റ് ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ POEM എന്ന് വിളിക്കുന്നത്, POEM. സോ ഈ നമ്മുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള റോക്കറ്റ് ആണ് PSLV C60 എന്ന് പറയുന്നത്. സോ ഈ PSLV C60 റോക്കറ്റിൽ നമ്മൾ ഒരു പേലോഡായിട്ട് ആഡ് ചെയ്തത് എന്താണ്? നമ്മുടെ സീഡ് ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് ആണ്, ദാറ്റ് ഇസ് CROPS. സോ ഈ ഒരു കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് ക്രോപ്സിനെയാണ് നമ്മൾ ഒരു മൊഡ്യൂളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. PSLV C60യിലാണ് നമ്മൾ ഈ ഒരു റോക്കറ്റ്, PSLV C60 റോക്കറ്റിലാണ് നമ്മൾ ക്രോപ്പ് എക്സ്പെരിമെന്റ് ജെർമിനേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ക്രോപ്പ് എക്സ്പെരിമെന്റിൽ ജെർമിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച, വളർത്താനായിട്ട് ഉപയോഗിച്ച സീഡ് ഏതാണ്? കൗപ്പി. ഇതാണ് കൗപ്പി സീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. അപ്പൊ നമ്മൾ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റാങ്ക് ആൻഡ് ഇൻഡെക്സിൽ വരുന്നതാണ്, ഒരു നാഷണൽ ഇൻഡെക്സ് ആണ്. നീതി ആയോഗാണ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇതൊക്കെ അപ്പോയിന്റ്മെന്റ്സ് ആട്ടോ. 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ നീതി ആയോഗിന്റെ CEO ആയിട്ടുള്ള BVR സുബ്രഹ്മണ്യവും നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള സുമൻ ബെറിയും ആ സമയത്ത് അവിടെ പ്രസന്റ് ആയിരുന്നു. അപ്പൊ ഇന്ത്യയിലുള്ള 18 സ്റ്റേറ്റുകളെ കൺസിഡർ ചെയ്യുകയും ഈ 18 സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് പൈസ കൈകാര്യം ചെയ്യുന്നത്, അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, ഇതിന്റെയൊക്കെ ബേസിസിലാണ് ഈ ഒരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നീതി ആയോഗിന്റെ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ടോപ്പ് പൊസിഷനിൽ വന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ. സെക്കൻഡ് വന്നത് ഛത്തീസ്ഗഡ്. തേർഡ് വന്നത് ഗോവ. ഏറ്റവും ബോട്ടം പൊസിഷൻ 18 സ്റ്റേറ്റുകളെയാണ് ക്ലാസിഫൈ ചെയ്ത്, അതിൽ 18ാമത്തെ പൊസിഷനാണ് പഞ്ചാബിന്. ഓക്കെ. അപ്പൊ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ പൊതുവെ നാഷണൽ ഇൻഡെക്സുകളിലെല്ലാം തന്നെ സംസ്ഥാനങ്ങളെ അച്ചീവർ, ഫ്രണ്ട് റണ്ണർ, പെർഫോമർ, ആസ്പിരന്റ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇതിൽ അച്ചീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം റാങ്ക് മുതൽ 5ാം റാങ്ക് വരെ ലഭിച്ചതാണ്. സോ 1ാം റാങ്ക് മുതൽ 5ാം റാങ്ക് വരെ ലഭിച്ചതിൽ ഫസ്റ്റ് വരുന്നത് ഒഡീഷ, ഫ്രണ്ട് റണ്ണറിൽ ഫസ്റ്റ് വരുന്നത് മഹാരാഷ്ട്ര, പെർഫോമറിൽ ഫസ്റ്റ് വരുന്നത് തമിഴ്നാടു, ആസ്പിറേഷനിൽ ഫസ്റ്റ് വരുന്നത് കേരളയാണ്. ഓക്കെ. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് നാഷണൽ ഇൻഡെക്സ് ആണ് ലീഡ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് ഈസ് അക്രോസ് ഡിഫറെന്റ് സ്റ്റേറ്റ്. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്, ഗതാഗതം എങ്ങനെയാണ്, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗതാഗതമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, സസ്റ്റൈനബിൾ ആയിട്ടുള്ളതാണോ, അതായത് സുസ്ഥിരമായിട്ടുള്ളതാണോ, ഇതൊക്കെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ കോസ്റ്റൽ ഗ്രൂപ്പ്, ലാൻഡ് ലോക്ക്ഡ് ഗ്രൂപ്പ്, നോർത്ത് ഈസ്റ്റേൺ ഗ്രൂപ്പ്, യൂണിയൻ ടെറിട്ടറി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ കോസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റൽ ഗ്രൂപ്പ്, തീരപ്രദേശം കൂടുതലുള്ള സംസ്ഥാനങ്ങളിലെ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് ഗുജറാത്ത്, കർണാടക ഇവരൊക്കെയാണ്. ലാൻഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ചുറ്റിലും തീരപ്രദേശമായിരിക്കും കൂടുതൽ, ദാറ്റ് ഇസ് ഹരിയാന, തെലങ്കാനയാണ് ലാൻഡ് ലോക്ക്ഡില്. നോർത്ത് ഈസ്റ്റേൺ ഗ്രൂപ്പ്, അതായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, ആസാം, അരുണാചൽ പ്രദേശ് ആണ് അച്ചീവർ. യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ചണ്ഡീഗഡ് ആൻഡ് ഡൽഹി ആണ് അച്ചീവർ വരുന്നത്. നെക്സ്റ്റ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. 163 കൺട്രീസിനെ റാങ്ക് ചെയ്തതിൽ ഇന്ത്യന്റെ പൊസിഷൻ 115 ആണ്. 115. 1ാമത്തെ വയസ്സിൽ നമ്മൾ ഭയങ്കര സമാധാനമാണ്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മുടെ സമാധാനം, എല്ലാവരും A+ ചോദിച്ച് നമ്മുടെ സമാധാനം കളഞ്ഞതൊന്ന് ആലോചിക്കുക. 115. അപ്പൊ ടോപ്പ് പൊസിഷനിൽ ഐസ്ലൻഡ് ആണ് വരുന്നത്. വേഴ്സ്റ്റ് പൊസിഷനിൽ റഷ്യ. ഓക്കെ, റഷ്യ നമുക്ക് ഇഷ്ടമല്ലല്ലോ, അപ്പൊ റഷ്യയാണ്
ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ വേഴ്സ്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് ഒരു ഇൻഡെക്സ് ആണ് പ്രസ് ഫ്രീഡം എന്ന് പറയുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യങ്ങളിൽ മീഡിയയും ജേർണലിസ്റ്റും ഫേസ് ചെയ്യുന്ന സോഷ്യോ എക്കണോമിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മീഡിയ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 151 159 കഴിഞ്ഞ വർഷം. അവിടെ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ 151. ഇതിൽ ടോപ്പ് വന്നത് നോർവേ ആണ്, ഏറ്റവും ബോട്ടം വന്നത് എറിത്രിയയാണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ട് കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. ഒക്ടോബറിൽ വന്നതാണ്, എന്നാൽ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. അപ്പൊ 20 years ഓഫ് ട്രാക്കിംഗ് പ്രോഗ്രസ്, ടൈം ടു റീകമ്മിറ്റ് ടു സീറോ ഹങ്കർ എന്നുള്ളതാണ് തീം വരുന്നത്. അപ്പൊ ഇന്ത്യന്റെ പൊസിഷൻ 102 എന്നുള്ള കാര്യം ആലോചിക്കുക. 102. കൺസേൺ വേൾഡ് വൈഡ്, വെൽത്ത്, ഹങ്കർ, ഹെൽത്ത് ആൻഡ് IFHV ഇവരാണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഭാരത് പോൾ. വാട്ട് ഇസ് ഭാരത് പോൾ? അതായത് എന്തെങ്കിലും ഇന്റർനാഷണൽ ക്രൈം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ പോലീസിന്റെ അസിസ്റ്റൻസ് വളരെ ഫാസ്റ്റർ ആയിട്ട് വേണം. ഇന്റർനാഷണൽ പോലീസിന്റെ അസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ പോലീസ് അസിസ്റ്റൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഭാരത് പോൾ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഒരാളൊരു കുറ്റം ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കടന്നു കളഞ്ഞു, വേറെ രാജ്യത്തേക്ക്, നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലെ. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രോസ് ബോർഡർ ക്രൈം, ഇന്റർനാഷണൽ പോലീസ് അസിസ്റ്റൻസ് വേണ്ട സമയം, ഈ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് മറ്റു രാജ്യങ്ങളുടെ പോലീസ് ഓർഗനൈസേഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI ആരാ ലോഞ്ച് ചെയ്തത്? CBI ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഭാരത് പോൾ എന്ന് പറയുന്നത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ ശ്രീ അമിത്ഷാ ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 10 years ഓഫ് ഉജ്ജ്വല സ്കീം. ഉജ്ജ്വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക. അതായത് നമ്മുടെ മഞ്ഞ ബൾബ് കത്തുന്ന ലൈറ്റുകളില്ലേ, മഞ്ഞ ലൈറ്റ് നമ്മൾ പറയും അല്ലെ, മഞ്ഞ ബൾബ് വരുന്ന ലൈറ്റ്. അപ്പൊ ഈ ബൾബ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ അധികം എനർജി ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെടും അല്ലെ. അപ്പൊ എനർജി കൺസർവേഷന് വേണ്ടി എല്ലാവരും CFL ബൾബുകൾ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഉജ്ജ്വല സ്കീം വന്നിട്ടുണ്ടായിരുന്നത്. എനർജി എഫിഷ്യൻസി ആണ് ഇതിന്റെ ലക്ഷ്യം. സോ 10 years ഓഫ് ഉജ്ജ്വല. ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LED എന്നുള്ളതായിരുന്നു ഇതിന്റെ ഫുൾ ഫോം. നെക്സ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ശ്രീ പീയൂഷ് ഗോയൽ ലോഞ്ചസ് നാഷണൽ ടർമറിക് ബോർഡ്. അപ്പൊ നാഷണൽ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാനയാണ്. അപ്പൊ നാഷണൽ ടർമറിക് ബോർഡിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പല്ലേ ഗംഗറെഡ്ഡിയാണ്. അപ്പൊ നാഷണൽ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നിസാമാബാദ്, തെലങ്കാനയാണ്. അപ്പൊ നിസാമാബാദ്, തെലങ്കാനയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇനോഗ്രേറ്റ് ചെയ്തത് ശ്രീ അമിത്ഷാ ആണ്. നെക്സ്റ്റ് 5th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിം. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിം നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ലഡാക്കിലും ജമ്മു ആൻഡ് കാശ്മീരിലുമായിട്ടാണ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കുക. ഇതിൽ ഐസിൽ നടക്കുന്ന മത്സരങ്ങൾ ലഡാക്കിലും സ്നോയിൽ നടക്കുന്ന മത്സരങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിലുമാണ് നടക്കുക. സ്നോ ലെപ്പേഡ് ആണ് നമ്മുടെ മസ്കോട്ട് എന്ന് പറയുന്നത് അല്ലെ. സ്നോ ലെപ്പേഡ് ആണ് മസ്കോട്ട്. ടോട്ടൽ ഇതില് ഇന്ത്യൻ ആർമിയാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇന്ത്യൻ ആർമിയാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒഡീഷ വാരിയേഴ്സ് ക്രൗണ്ട് ഇനാഗ്രൽ ചാമ്പ്യൻ ഓഫ് വുമൺസ് ഹോക്കി ഇന്ത്യ ലീഗ്. അപ്പൊ വുമൺസ് ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 വിന്നർ ആരാണ്? ഒഡീഷ വാരിയേഴ്സ്. JSW സൂർമ ഹോക്കി ക്ലബിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒഡീഷ വാരിയേഴ്സ് വിന്നർ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ,
നെക്സ്റ്റ് ഖോഖോ വേൾഡ് കപ്പ്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ ആദ്യത്തെ എഡിഷൻ ആണ് ഖോഖോ വേൾഡ് കപ്പിന്റെ. ഇതിന്റെ ഖോഖോ വേൾഡ് കപ്പിൽ ശരിക്കും 21 മെൻസ് ടീമും 20 വുമൻസ് ടീമുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂഡൽഹിയിലാണ് ഈ ഗെയിം നടന്നത്. 24 കൺട്രീസിൽ നിന്നുമായിട്ടാണ് മത്സരം നടന്നത്. സോ ഖോഖോ വേൾഡ് കപ്പില് 2 ട്രോഫി ഉണ്ടായിരുന്നു അല്ലെ. മെൻസ് ടീമിന് ബ്ലൂ ട്രോഫിയും വുമൻസ് ടീമിന് ഗ്രീൻ ട്രോഫിയുമാണ് ലഭിക്കുന്നത്. നമ്മുടെ മസ്കോട്ടിന്റെ പേരെന്തായിരുന്നു? തേജസ് ആൻഡ് താര. മസ്കോട്ടിന്റെ പേരാണ് തേജസ് ആൻഡ് താര. സൽമാൻ ഖാനും ടൈഗർ ഷ്രോഫുമായിരുന്നു ബ്രാൻഡ് അംബാസിഡർ. സൽമാൻ ഖാൻ ആൻഡ് ടൈഗർ ഷ്രോഫ് ആണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുണ്ടായിരുന്നത്. സൽമാൻ ഖാൻ ആൻഡ് ടൈഗർ ഷ്രോഫ് ആണ് ബ്രാൻഡ് അംബാസിഡർ. തേജസും താരയും മസ്കോട്ട്. 2 ട്രോഫി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ വേൾഡ് ഗോസ് ഖോ എന്നുള്ളതാണ് ഒഫീഷ്യൽ ടാഗ് ലൈൻ. അപ്പൊ ബോത്ത് മെൻസ് ടീം ആൻഡ് വുമൻസ് ടീം നേപ്പാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിന്നർ ആരാണ്? ഇന്ത്യയാണ് വിന്നർ ഇസ് ഇന്ത്യയാണ് നമ്മുടെ വിന്നർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 38ാമത് നാഷണൽ ഗെയിംസിന്റെ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ഗെയിംസ്. 38ാമത് നാഷണൽ ഗെയിംസ് എവിടെയാണ് നടന്നത്? 38ാമത് നാഷണൽ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡിലാണെന്നുള്ള കാര്യം ഓർക്കുക. മസ്കോട്ട് ആരാ? മൗലിയാണ് മസ്കോട്ട്. തേജസ്വിനിയാണ് ടോർച്ച് ഉണ്ടായിരുന്നത്. സോ സർവീസസ് ആണ് ടോപ്പ് പൊസിഷൻ. മഹാരാഷ്ട്ര സെക്കൻഡും ഹരിയാന തേർഡുമാണ്. 6 ഇപ്പൊ കഴിയൂട്ടാ. അപ്പോ സർവീസസിന് ഫസ്റ്റും മഹാരാഷ്ട്രയ്ക്ക് സെക്കൻഡും ഹരിയാനയ്ക്ക് തേർഡും ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. റെഡി? നെക്സ്റ്റ് നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള വി അനന്ത നാഗേശ്വരിന്റെ ടേം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2027 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് നമ്മുടെ ബജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചീഫ് എക്കണോമിക് അഡ്വൈസർ എന്ന് പറയുന്നത്. ഇനി പൂർണിമ ദേവി വർമ്മൻ ടൈംസ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? പൂർണിമ ദേവി വർമ്മൻ. അതായത് നമുക്കറിയാം ഹർഗീലിയ അല്ലെങ്കിൽ ക്രെയിൻ, ഈ അല്ലാതാണ് പറയാ കൊച്ച അല്ലെങ്കിൽ കൊറ്റി എന്നൊക്കെ പറയുന്നില്ലേ, ക്രെയിൻ, ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. സോ ടൈംസ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് പൂർണിമ ദേവി വർമ്മനെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഉത്തർപ്രദേശ് അസംബ്ലി ടു ബിക്കം ഫസ്റ്റ് ഇൻ കൺട്രി ടു ഹാവ് എ ട്രാൻസ്ലേറ്റർ ഫെസിലിറ്റി. സോ the arrangement for this will be proposed before ruling committee will be implemented once approved by House of Suit. സോ ഉത്തർപ്രദേശ് അസംബ്ലി ആണ്, അതായത് നമ്മുടെ രാജ്യത്ത് ട്രാൻസ്ലേറ്റർ ഫെസിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഏതാണ്? ഉത്തർപ്രദേശ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ കോൺഫറൻസ് ആദ്യമായി നടക്കുന്നത് എവിടെയാണ്? അജ്മീർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഏകുവെരിൻ എന്ന് പറയുന്നത് ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള എക്സസൈസ് ആണ്. എക്സസൈസ് ഏകുവെരിൻ എവിടെയാണ് നടന്നത്? ഏകുവെരിൻ നടന്നത് ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള എക്സസൈസ് ആണ്. എക്സസൈസ് ഏകുവെരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, എക്സസൈസ് സൈക്ലോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയും ഈജിപ്ഷ്യൻ ആർമിയും, ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് സൈക്ലോൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സസൈസ് നടന്നത് രാജസ്ഥാനിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സൈക്ലോൺ ഓക്കെ, നമ്മുടെ മമ്മീന്റെ പുറത്ത് ഭയങ്കര കാറ്റ് വീശുന്നത് ഓർത്തു വെക്കുക. ദാറ്റ് ഈസ് ഇന്ത്യയും ഈജിപ്തും. നെക്സ്റ്റ്, ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ്. അപ്പോൾ ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ജീനോമിക് ഡാറ്റാസ് നമ്മുടെ കയ്യിൽ ഭയങ്കര കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻസറിന്റെ മരുന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ IIT മദ്രാസ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് എന്ന് പറയുന്നത്. ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ്, IIT മദ്രാസ് ആണ് ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, PM ആശ സ്കീം
during 15th Finance Commission cycle up to 2025-26. സോ പ്രധാനമന്ത്രി അന്നദാത ആയ് സംസ്കരൺ അഭിയാനാണ് PM ആശാ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ കർഷകർക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ അർഹിക്കുന്ന എമൗണ്ട് ഓഫ് മണി കൊടുക്കുന്നതാണ്, അവർക്കുള്ള പ്രതിഫലം കൊടുക്കുന്നതാണ് PM ആശാ സ്കീം എന്ന് പറയുന്നത്. സോ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് മിനിസ്ട്രി വരുന്നത്. നോഡൽ ഏജൻസീസ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്, നാഫെഡ്, NCCF ഒക്കെയാണ്. സോ PM ആശാ സ്കീമിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് 2025 മാർച്ചിൽ നമ്മുടെ ബ്രിക്സ് യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് സമിറ്റ് ഹോസ്റ്റ് ചെയ്തത് ആരാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് AI ആക്ഷൻ സമിറ്റ്. AI ആക്ഷൻ സമിറ്റ് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതായിരിക്കും. AI ആക്ഷൻ സമിറ്റ് നടന്നത് എവിടെയാണ്? പാരീസ് ആണ്. AI ആക്ഷൻ സമിറ്റ് നടന്നത് എവിടെയാണ്? പാരീസ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രണുമാണ് AI ആക്ഷൻ സമിറ്റ് ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. AI ആക്ഷൻ സമിറ്റ്. റെഡി. നെക്സ്റ്റ് 9th ഏഷ്യൻ വിന്റർ ഗെയിം. 9th ഏഷ്യൻ വിന്റർ ഗെയിം എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? 9th ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് 9th ഏഷ്യൻ വിന്റർ ഗെയിം. 9th ഏഷ്യൻ നെക്സ്റ്റ് ഗവൺമെന്റ് എക്സ്റ്റെൻസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ അത്ലറ്റ്സ് ഓഫ് 9th ഏഷ്യൻ വിന്റർ ഗെയിം. അപ്പൊ ഇന്ത്യൻ കോണ്ടിൻജൻസും 9th ഏഷ്യൻ വിന്റർ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹർബിൻ ചൈനയിലാണ് 9th ഏഷ്യൻ വിന്റർ ഗെയിം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും 88 കോണ്ടിൻജൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിൽ 59 അത്ലറ്റ്സും 29 ഒഫീഷ്യൽസും ആയിരുന്നു. സോ മെസ്കോട്ട് എന്ന് പറയുന്നത് ബിൻബിൻ ആൻഡ് നിന്നി ആണ്. ബിൻബിൻ ആൻഡ് നിന്നി. ഡ്രീം ഓഫ് ഇന്ത്യ, ലവ് എമംഗ് ഏഷ്യ എന്നുള്ളതാണ് സ്ലോഗൻ വരുന്നത്. ബ്രേക്ക് ത്രൂ ആണ് എംബ്ലം. സോ 9th ഏഷ്യൻ വിന്റർ ഗെയിമിൽ ടോപ്പ് പൊസിഷനിൽ വന്നിട്ടുള്ള ആരാണ്? ചൈനയാണ് ടോപ്പ് പൊസിഷൻ. റിപ്പബ്ലിക് ഓഫ് കൊറിയ സെക്കൻഡ് ആണ്. ആൻഡ് ജപ്പാൻ ആണ് തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ICC Under-19 വുമൻസ് T20 വേൾഡ് കപ്പ് ഇന്ത്യ സെക്കൻഡ് ടൈം ഇന്ത്യ കപ്പ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ Under-19 വേൾഡ് കപ്പിൽ. സോ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോലാലംപൂർ മലേഷ്യയിലാണ് കളി നടന്നിട്ടുണ്ടായിരുന്നത്. നിക്കി പ്രസാദ് ആയിരുന്നു നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഗംഗാടി ത്രിഷ ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് സാക്ഷിറാവ് ബംഗാൾ ആണ് മെൻസ് ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 ടൈറ്റിൽ നേടിയത് സാക്ഷിറാവ് ബംഗാൾ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. 6th മെൻസ് ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 ടൈറ്റിലാണ് ഹൈദരാബാദ് ടൂഫൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാക്ഷിറാവ് ബംഗാൾ നേടിയിട്ടുണ്ടായിരുന്നത്. റൂർക്കേല ഒഡീഷയിലായിരുന്നു ഈ മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. റെഡി. ഇനി നമ്മുടെ G7 സമിറ്റ് 51ാമത് G7 സമിറ്റ് നടന്നത് എവിടെയാണ്? കാനഡയിലാണ്. റെഡി. നെക്സ്റ്റ് ഇസ്രായേലി അമേരിക്കൻ മിലിറ്ററി സ്ട്രൈക്സ്. ഇറാനിലുള്ള ഇസ്രായേലി അമേരിക്കൻ മിലിറ്ററി സ്ട്രൈക്സ് കൂടിയ സമയത്ത് ഇറാനിൽ നിന്നും ഇന്ത്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധു. ഇത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ഇന്ത്യൻ എംബസീസ് ഇൻ ഇറാൻ ആൻഡ് അർമേനിയ ആണ് ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെയുള്ള വീഡിയോസും ലൈവ്സും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ
മാക്സിമം ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഒരു മാരത്തോൺ വേണമെന്നുണ്ടെങ്കിൽ, കറണ്ട് അഫയേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു മാരത്തോൺ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ CAക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് ഇനിയും മാരത്തോൺസ് എടുത്ത് തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യം മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ NTPC ബാച്ച് നമുക്ക് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ളതാണ്. NTPC ബാച്ച് എന്ന് പറയുന്നത് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. NTPC ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റിലേക്കാണ് എന്ത് നടത്തുന്നത്, ഈ ഒരു കോഴ്സ് റൺ ചെയ്യുന്നത്. പിന്നെ അതേപോലെ റെയിൽവേന്റെ RRB JE ബാച്ച് ഉണ്ട്, SSCന്റെ GD ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്നും ഹെൽപ്പ് വേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ബൈ.